ഹായ് ഫ്രണ്ട്സ്, ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടാർ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ചക്ക പായസം. വായിൽ കൊതിയൂറും ചക്ക പായസമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പം തന്നെ പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും വായിൽ വെള്ളം ഊറുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പോകുന്നത് ഇപ്പം പഴുത്ത ചക്കപ്പഴം കുറച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഈ അരിയുന്ന സമയത്ത് കുറച്ച് വലുതായിട്ട് അങ്ങ് കട്ട് ചെയ്തു. നമുക്കിത് മിക്സിക്കകത്ത് നിന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം ചെറിയ പീസായിട്ടല്ല, കുറച്ച് വലുതായിട്ട് അങ്ങ് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് അരയാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ചക്ക എല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് ഈ ചക്ക അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് ഫൈനായിട്ട് അരയൊന്നും വേണ്ട. ഇത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ ചക്കയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. കുറച്ച് മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. പായസം വെക്കുമ്പോൾ നമുക്ക് കുറച്ച് മധുരം വേണമല്ലോ. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് സ്റ്റൗവേ വെച്ച് ഒന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ശർക്കര എല്ലാം ഉരുക്കിതാണ്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അരിച്ചെടുത്ത് വെക്കണം, അല്ലെങ്കിൽ അതിനകത്ത് കല്ലും കട്ടയൊക്കെ കാണും. അപ്പോൾ ഇത് ഇത്രയും എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇവിടെ ഞാൻ ഒരു കപ്പ്, വലിയൊരു കപ്പ് തേങ്ങാപ്പാൽ. ഇത് കണ്ടോ, എനിക്ക് ചക്ക കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. ഇത്രയും തേങ്ങാപ്പാൽ, ഇതിപ്പോൾ 1/4 പാലാണ്. ഇതും കൂടെ നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മൾ പായസം ഉണ്ടാക്കുന്നതിന് മുന്നേ ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ അടിക്ക് പിടിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം ശർക്കരയും പാനിയാക്കി വെച്ച് തേങ്ങാപ്പാലും ഒക്കെ എടുത്ത് വെച്ച് അതുപോലെ നമ്മൾ ഏലക്കയൊക്കെ ഒന്ന് പൊടിച്ചൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. അപ്പം നമുക്കിനിയും കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ നല്ല ചൂട് കട്ടിയുള്ള നല്ല ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെക്കുവാണെങ്കിൽ അടിക്കൊന്നും പിടിക്കാതിരിക്കും. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യാണ് പായസത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇനിയിപ്പം ഈ ചക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് വഴറ്റി ഒന്ന് കുക്കായി കിട്ടണം. ഇപ്പം നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, കട്ട പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് തേങ്ങാപ്പാലിൽ 2/2 പാല് നമുക്ക് ഒരല്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വേകണമല്ലോ കിടന്ന്. ഒരു കപ്പ് കാണും, ചെറിയൊരു കപ്പ്. ഇനി ഇത് കിടന്ന് നല്ലതായിട്ടൊന്ന് വേകണം. നമുക്കിതിലേക്ക് 1/4 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി ചക്കയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരുപാടങ്ങ് ഫൈനായിട്ട് അരക്കില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പായസം കുടിക്കുമ്പം ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണമല്ലോ. അതിനു വേണ്ടിയാണ് ഒരുപാടങ്ങ് അരക്കില്ലെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലോട്ട് ഇട്ടു. കാരണം ഒന്ന് നന്നായിട്ട് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, 2 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചക്ക പായസം വളരെ ടേസ്റ്റുള്ള ഒരു പായസമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ചക്കയുള്ളവരൊക്കെ. ഇപ്പം നമ്മുടെ ചക്കയെല്ലാം കണ്ടോ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് പോലും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് തിളച്ചിങ്ങനെ വരും കണ്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തു. ഇനിയിപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ നേരത്തെയും ചക്കപ്പായസമൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നന്നായിട്ട് ഇളക്കി പെട്ടെന്ന് തന്നെയാവും. കാരണം നമ്മൾ ചക്കയൊക്കെ ഒന്ന് മിക്സിക്കകത്ത് അടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് വേഗം തന്നെ അത് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം ഞാൻ ഇപ്പം ഹൈ ഫ്ലെയിമിലായിരുന്നു. ഇനിയിപ്പം ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇടാൻ പോവുകയാണ്. അപ്പം ഇതൊക്കെ കിടന്നൊന്ന് വേകട്ടെ. അപ്പോഴേക്ക് നമുക്ക്
ഏലക്കയും ചുക്കും ജീരകമൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 ഏലക്ക ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് സ്റ്റേജ് ആയി കേട്ടോ. നമ്മുടെ 1-ാം പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമേലൊന്ന് വെക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് അധികം നേരമൊന്നും വെക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക, ജീരകം, പിന്നെ കുറച്ച് ചുക്കുപൊടി, അപ്പം നമ്മൾ പൊടികളെല്ലാം ചേർത്തിരിക്കുകയാണ്. ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ കാഷ്യൂനട്ടൊന്ന് നെയ്ക്കകത്ത് വറുത്ത് ഇതിലേക്ക് ചേർക്കണം. അപ്പം ഞാനിവിടെ കാഷ്യൂനട്ടൊക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മുടെ ഈ കാഷ്യൂനട്ടിൻ്റെ മിക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. തീ ഒന്ന് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ലാസ്റ്റിലേക്ക് കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചക്കപ്പായസം. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഒരു കപ്പ്, ഒരു 5-6 ചക്കപ്പഴമേ ഉള്ളെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം പെട്ടെന്ന് തന്നെ റെഡി ആയില്ലേ. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ചക്കപ്പഴം പായസം റെഡി. അപ്പം നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ വായിൽ കൊതിയൂറുന്ന ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അഡാർ ഐറ്റമാണ്. ഇപ്പം ചക്കയുള്ളവരെല്ലാവരും, ചക്ക ഇല്ലെങ്കിൽ ചക്ക വാങ്ങിച്ചാണെങ്കിലും എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ചെറിയ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.